ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡിയേഴ്സ് ട്രിപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെയോ ആവശ്യങ്ങളെയോ ഒക്കെ സാധ്യമാക്കി എടുക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് മാനിഫെസ്റ്റേഷൻ, അല്ലേ? മാനിഫെസ്റ്റേഷനിൽ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്കറിയാം. പലരും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, സക്സസ് സ്റ്റോറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ആഗ്രഹങ്ങളെ ശരിയായ രീതിയിൽ എഴുതി വയ്ക്കുക, ഭാവിയിൽ അതിനെയൊക്കെ നേടിയെടുക്കുക, ഇതൊക്കെ വളരെ മാജിക്കലായിട്ടൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും, അല്ലേ? നമ്മൾ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾക്കിങ്ങനെ സാധിച്ച് കിട്ടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിൻ്റെയൊക്കെ ഒരു ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വളരെ ഇത് മാജിക്കോ എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാനും ആ ജീവിതകഥയിലെ സ്വന്തം ജീവിതത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ നായിക ആത്മവിശ്വാസത്തോടെ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ, അതാണ് നമുക്ക് മാനിഫെസ്റ്റിങ്ങിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാം, പക്ഷെ അത് വളരെ പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളെ എഴുതി നേടാൻ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ചെറിയ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ സാധിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലേ, വർഷങ്ങളൊന്നും എടുക്കാത്ത അല്ലെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ വളരെ പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊരു എമർജൻസി ഉണ്ടാകുകയാണെങ്കിൽ, ചെറിയ കാലയളവിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ട് എങ്കിൽ അതിപ്പോൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ മണി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു പണത്തിൻ്റെ ആവശ്യം വരികയാണ്, ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ഒരു തുക സംഘടിപ്പിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആരോഗ്യം പെട്ടെന്നൊന്ന് മെച്ചമാക്കി എടുക്കേണ്ട ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് വരിക, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ വന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറി അതൊന്ന് സ്മൂത്ത് ആവണം, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയി അതെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം, അല്ലേ? അപ്പം പിന്നെ അതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, പഠിക്കുന്ന കുട്ടികൾ, ഇപ്പം എല്ലാവർക്കും എക്സാം ഒക്കെ ആയി വരികയാണല്ലേ. അപ്പം എക്സാമിന് പ്രിപ്പറേഷനൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ടേമിൽ നേടിയെടുക്കേണ്ട വലിയ ഗോൾസുകൾ, വലുതോ ചെറുതോ ആയിട്ടുള്ള ഗോൾസുകൾ നമുക്കുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലോങ് ടേമിനും യൂസ് ചെയ്യാം, പക്ഷേ ഇത് പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഷോർട്ട് ടേം ആയിട്ടുള്ള വിഷുകൾക്ക് വേണ്ടിയിട്ടാണ്. ലോങ് ടേമിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം യൂസ് ചെയ്യാൻ വളരെയധികം സിമ്പിളാണ്, പക്ഷെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രൂവൻ മെത്തേഡ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ പറയുന്നത് 3x3 1 ലൈൻ പവർ സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. വലിയൊരു പേരാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും. 3 ദിവസം മതി. 3 ദിവസം 3 വരികൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പം എൻ്റെ അടുത്തും ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഏത് ടെക്നിക്കാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം അത് അങ്ങനെയുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പേനയോ, ഒരു പേന എന്തായാലും വേണം, ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലോ, പലതരം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസസുകളൊക്കെ ചെയ്ത് ശീലമുള്ളവരാണെങ്കിലോ നിങ്ങൾക്ക് എന്തായാലും ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബുക്ക് തന്നെ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്തവരാണ്, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പർ എടുത്താലും മതി, ഒരു വിഷയവുമില്ല. ഈ ഒരൊറ്റ പേപ്പറിൽ തന്നെ നമുക്ക് ഫുൾ പ്രാക്ടീസും ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ പേന, ബ്ലൂ പെന്നാണ് എടുക്കേണ്ടത്. ബ്ലൂ പെന്ന് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാക്ടീസിൽ യൂസ് ചെയ്ത് വരുന്നത്.
ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിനെ ഒന്നൊരു അഫർമേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം, അല്ലെ? ചെറിയ സെൻറ്റൻസുകളുമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റ സെൻറ്റൻസിൽ എഴുതുക. ഒന്നിൽ കൂടുതൽ സെൻറ്റൻസുകളാക്കി വലിച്ചു നീട്ടി എഴുതേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ മറ്റ് ചില പ്രാക്ടീസുകൾ അതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. പക്ഷേ ഈ പ്രാക്ടീസിൽ നമ്മൾ ഒരു സെൻറ്റൻസിൽ നമ്മളുടെ അഫർമേഷനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലേ? നമുക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ ആഗ്രഹിച്ച അത്രയും പണം ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ എന്നിലേക്ക് എത്തിച്ചേർന്നതിൽ നന്ദി 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 എന്ന് നമുക്ക് എഴുതാം. അല്ലെ, പരീക്ഷ വിജയിക്കാനാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചതിന് നന്ദി നന്ദി നന്ദി, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നിട്ട് നിങ്ങൾക്കൊന്ന് ഹെൽത്തി ആയി പെട്ടെന്ന് മാറണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ സുഖപ്പെട്ടതിന് നന്ദി നന്ദി നന്ദി. അപ്പം നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് യൂസ് ചെയ്ത്. ഇപ്പം നിങ്ങൾക്ക് കടം മാറാൻ വേണ്ടിയിട്ടാണ് പണം വേണ്ടതെങ്കിൽ എൻ്റെ കടം മാറി കിട്ടിയതിന് നന്ദി എന്ന് ഒരിക്കലും എഴുതരുത്. കടം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കാണ്. അതുപോലെ നമുക്ക് അസുഖമുണ്ടെങ്കിൽ അസുഖം മാറിയതിനെന്നോ അല്ലെങ്കിൽ രോഗം മാറിയതിനെന്നോ അങ്ങനെയൊന്നും എഴുതാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ മാറ്റിയിട്ട് നമ്മൾക്ക് എന്താണോ അതിനെ ഏത് രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് മാറ്റാം ആ ഒരു രീതിയിലായിരിക്കും അഫർമേഷൻ എഴുതേണ്ടത്. ഏത് അഫർമേഷൻ ആണെങ്കിലും അതിൽ നമ്മൾ 3 തവണ നന്ദി പറയണം. നന്ദി 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 എന്ന് എഴുതണം. അല്ലെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെഴുതുക. ഈ 3/3 സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പം 3ക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും 3 തവണ നന്ദി എഴുതുന്നത്. അതിപ്പോൾ ഈ പ്രാക്ടീസിലല്ല, ഏതൊരു പ്രാക്ടീസിലാണെങ്കിലും നമ്മൾ 3 പ്രാവശ്യം എഴുതുന്നത്. ഒരു സെൻറ്റൻസിൽ തന്നെ ഒരു ലൈനിൽ തന്നെ ഈ 3 നന്ദിയും എഴുതുക. അതൊരു നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 പ്രാവശ്യം എഴുതാൻ പറയുന്നത്. ഇനി ഇത് എഴുതേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ, ഈ കൃത്യമായ സമയമൊന്നുമില്ല, രാവിലെ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് എഴുതാൻ പറ്റുന്നൊരു സമയമെടുക്കുക. ആ സമയത്ത് ഒരു തവണ ഇത് നമ്മൾക്ക് എഴുതുക. ജസ്റ്റ് ഒന്ന് കാമായിട്ടിരിക്കുക, പേപ്പർ എടുക്കുക, പേപ്പറിൽ ഇത് ഒരു തവണ എഴുതുക. അത്രയും മതി. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമ്മൾ അതേ ദിവസം തന്നെ ഉച്ചയ്ക്കും എഴുതുക. സെൻറ്റൻസിൽ ഒരു മാറ്റവും വരുത്തരുത്. ആദ്യം എഴുതിയത് എന്താണോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഉച്ചയ്ക്കും എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉച്ചയ്ക്ക് ഒരു സമയമെടുക്കുക, ആ സമയത്ത് ഇത് എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക. ഇനി രാത്രിയിലും ഒരു തവണ ഈ സെയിം സെൻറ്റൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 3 തവണ എഴുതി കഴിഞ്ഞല്ലേ? അപ്പം 3 തവണ എഴുതി കഴിഞ്ഞ് രാത്രിയിലെത്തത് ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നമ്മൾ ഇതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഇമാജിനേഷൻ ചെയ്യുക. നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സിൽ. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറിയ സെൻറ്റൻസിലാണ് എഴുതി വെച്ചത്. പക്ഷേ നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യങ്ങളെ നമ്മൾ വേണ്ട വിധം വ്യക്തമാക്കാതെ വന്നാൽ ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ഫലവും ഉണ്ടാകാം, അല്ലേ? കാരണം ചിലപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് അമിത ഭാരമുണ്ട്. അപ്പം നമുക്ക് ഭാരം കുറച്ചൊന്ന് ഹെൽത്തിയായി നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സുകളൊക്കെ ഇടണം, നമ്മൾ ആഗ്രഹിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കണം. ഇങ്ങനെ നമ്മൾ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എൻ്റെ ഭാരം കുറഞ്ഞ് കിട്ടിയതിന് നന്ദി എന്ന് നമ്മൾ എഴുതി വയ്ക്കുന്നുവെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് ഭാരം കുറയാം, അല്ലേ? നമ്മളൊന്ന് അസുഖം വന്ന് കിടപ്പിലായിപ്പോയാൽ നമ്മൾക്ക് നോർമലി വെയിറ്റ് കുറയാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഫുഡ് കിട്ടാതെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ട്രബിളായിപ്പോയി, സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനെയും രോഗം വരാം. നമുക്ക് എന്തെങ്കിലും വിഷമോ മാനസിക സമ്മർദ്ദമൊക്കെ വന്നാലും ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞു പോകാം. അപ്പോൾ ശരിയായ രീതിയിൽ വെയിറ്റ് നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് കുറച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലേക്കും ശരീരഭാരത്തിലേക്കും നമുക്ക് എത്തണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മളുടെ മനസ്സിലേക്കും യൂണിവേഴ്സിലേക്കും ക്ലാരിറ്റി കൊടുക്കണം. അതിനാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്.
അപ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം അതിനെ ശരിയായ രീതിയിൽ നമ്മൾക്ക് സാധിച്ചു കിട്ടിയെന്നും ആ ഒരു നിമിഷത്തെ നമ്മളുടെ അവസ്ഥയും ഒക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. വളരെ സന്തോഷപൂർവ്വം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച് നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാം, അല്ലേ? വളരെ ഹെൽത്തി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യത്തോടു കൂടി നല്ല ചുറുചുറുക്കായിട്ട് നിൽക്കുന്ന നിങ്ങളെ ഒന്ന് സങ്കല്പിക്കാം, അല്ലേ? എന്താണോ നേടിയെടുക്കുക. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിരുന്ന പണമാണെങ്കിൽ ആ പണം കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും അത് വെച്ച് നിങ്ങൾക്ക് സാധിക്കാനുണ്ടായിരുന്ന ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഈ ഒരു മിനിറ്റ് ഇതൊന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്തിട്ട് ഈ ആഗ്രഹം സാധിച്ചു നൽകിയതിന് പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നന്ദി കൂടി പറയുക. ഇത്രയുമാണ് പ്രോസസ്സ്. ഇനി ഒരു ദിവസം ഇത് ചെയ്തു, പിറ്റേ ദിവസവും ഇത് തന്നെ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഡേയും ഇത് തന്നെ ചെയ്യുക. 3 തവണ എഴുതുക, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും. ഈ ആദ്യത്തെ ദിവസം തുടങ്ങിയ സെൻറ്റൻസ് തന്നെ ആയിരിക്കണം ഈ 3 ദിവസവും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനും. അതുപോലെ എല്ലാ ദിവസവും രാത്രി എഴുതിയതിനു ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രോസസ്സ്. ഇനി 3 ദിവസവും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ പ്രോസസ്സ് അവസാനിപ്പിച്ച് നമുക്കിതിനെ യൂണിവേഴ്സിലേക്ക് ലെറ്റ് ഗോ ചെയ്യാം. കാരണം ലെറ്റ് ഗോ ചെയ്യുന്ന വെച്ചാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മളത് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുത്തു. നമുക്ക് ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്കതിനെ സൂക്ഷിച്ചു വെക്കുകയോ മടക്കി എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതെടുത്ത് എപ്പോഴും എടുത്ത് വായിച്ചു നോക്കേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ലെറ്റ് ഗോയുടെ ഒരു സിംബോളിക്കായിട്ട് വേണമെങ്കിൽ അത് കത്തിച്ച് ഒരു ചെടിയുടെ ചുവട്ടിലിടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഷോർട്ട് ടേം ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും all the very best. Thank you for watching. Bye bye.